ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പൊ തയ്യാറുണ്ടോ? ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി. ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പാചകവാദം കിട്ടാനില്ല. പാചകവാദത്തിന്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു. അടുത്ത കുറ്റി കിട്ടുമോ ഉറപ്പില്ല. ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് ചോദ്യം. അതാണ് എന്റെ 2018-ലും 22-ലും രണ്ട് ഘട്ടം എല്ലാ പ്രാവശ്യവും കുറച്ച് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം ഒന്നുമില്ല. 2018-ൽ 1 ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്ന പെട്രോളിന് അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് സർ. അതുപോലെ 2022-ൽ കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ കുറവ് വന്നപ്പോൾ അപ്പോൾ തന്നെ അത് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു സർ. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് സർ. ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ കുറച്ച് സബ്സിഡി ഡീസലിന് കൊടുക്കാൻ പറ്റേണ്ടതാണ്. സെലക്ട് ചെയ്തിട്ട് പാചകവാദം, ഞാൻ വീട്ടിൽ പാചകവാദത്തിന്റെ കാര്യം പറഞ്ഞു സാർ. പാചകവാദം കിട്ടാനില്ല. പാചകവാദത്തിന്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു. അടുത്ത കുറ്റി കിട്ടുമോ ഉറപ്പില്ല. വാണിജ്യ സെൻറ്റർ ചെയ്താൽ അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിന്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. പാചകവാദത്തിന് ആ സബ്സിഡി കൊടുക്കണം സർ. സർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്. അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം സാർ. അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ. യെസ്, അതെ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങൾ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് അളച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് സാർ. എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ടാക്സിന്റെ പെർസെന്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആണ് സാർ. കഴിഞ്ഞ 15-ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്ത് പറയുന്നില്ല സാർ. അതൊക്കെ തരാതിരുന്നാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത് സാർ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെന്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികം ഉണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് സർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്നും തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ സാധനം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 25 പൈസ ഉള്ളായിരുന്നു പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന്. അന്ന് മുതൽ ഇന്നുവരെയുള്ള കാര്യങ്ങൾ വില കയറിക്കൊണ്ടേയിരിക്കല്ലേ. 25 പൈസ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ 102-113 രൂപ ആകുമ്പോൾ അന്ന് മുതൽ ഇന്നുവരെയുള്ള ഗവൺമെന്റുകൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ സാർ? ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയാം. ഞങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ സംസ്ഥാനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് സാർ ടാക്സിന്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ ഡിവിസിബിൾ പൂളിലെ വരുമാനം മാത്രമല്ല സാർ, ടാക്സിന്റെ കാര്യത്തിൽ GSTയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ വരുമാനം ഓരോ മാസവും ഇന്ത്യൻ ആവറേജിനേക്കാളും വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ. അതിന്റെ വരുമാനം കൂടിയാണ് കേരളത്തിൽ. വിലവർധന കാരണം ഉണ്ടാകുന്ന ടാക്സുകൾ വരും. അപ്പോൾ വരുമാനമുണ്ട്. ഇതിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ പ്രതികൂട്ടിലാക്കി ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൽ തന്നെ കുഴപ്പത്തിലാക്കി പറയാനല്ല. പക്ഷേ സാധാരണ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനം വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ. തൊഴിലാളികൾ വന്നാലേ സാർ കോട്ടയത്തായാലും ഇവിടെ ആയാലും ആർക്ക് ജോലി ചെയ്യാൻ പറ്റും സാർ. തൊഴിലാളി തിരിച്ചു വരാൻ പറ്റുന്നില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാർ. ഈ തരത്തിൽ പാചകവാതകം കിട്ടാതെ ഉൾപ്പെടെയുള്ള റോഡ് പണി നടക്കാതെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായി പ്രതികൂട്ടിലാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും, സംസ്ഥാനം ചെയ്യേണ്ട കാര്യം പറയേണ്ടി വരും. അത് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്യണമെന്നാണ്, അല്ലാതെ വേറെ കാര്യമില്ല. അതിനകത്ത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് പറയുന്നത്. വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതുവരെയുള്ള വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം. ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്. ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെൻറ്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്.
ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല, 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന നികുതി ഇവിടെ ഈ റെക്കോർഡിലുണ്ട്, റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പോൾ ഉപദേശിച്ചത്? അതാണ് ചോദ്യം, അതാണ് എൻ്റെ ചോദ്യം. പിന്നീട് ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വില വർധനവുണ്ടായ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 100-500 കോടി രൂപയാണ്, 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കടം ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടണ്ടേ? ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത് കേരള ഇക്കോണമിയുടെ മീതെ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒരു വശത്ത് കുറയാണ്. യുദ്ധത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ പാചകവാതകത്തിന്റെയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ, നാണ്യപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വീണ്ടും അത് താങ്ങേണ്ട സ്ഥിതിയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകും. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് 1000-കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്തയിലാണ് യഥാർത്ഥത്തിൽ സിലിണ്ടർ നടക്കുന്നത്. അതിൽ ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിലിണ്ടർ വാഹനത്തിൽ കൊണ്ടുപോയ അനധികൃതമായി കൊണ്ടുപോയ സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിശക്തമായ നീക്കം, ഈ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ തരത്തിലും ഈ ക്രൂഡ് ഓയിലിന്റെ വില, ഈ LPGയുടെ വില വർദ്ധിച്ചത് ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രണത്തിനും ഈ LPG ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇനി പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ്
സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അല്ല, അങ്ങ് അന്നത്തെ എൻ്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഈ 2 രൂപ ഇപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ വർദ്ധിച്ചാൽ, കാരണം കേരളം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രക്കുകളിലാണ് വരുന്നത്. ഡീസലാണ്, പെട്രോളിനെക്കാളും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് ഡീസലാണ്. ഡീസൽ കൺസംഷനാണ്. ആ ഡീസൽ കൺസംഷൻ മാഹിയിൽ വരുമ്പോൾ വേറെ വില, തമിഴ്നാട് അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില, കർണാടക അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില. വലിയ വില വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രക്കുകൾ അവർ ഫുൾ ലോഡ് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരും, ഫുൾ ലോഡ്. അപ്പം ഞാനൊന്ന് പറഞ്ഞു, ഇതിൻ്റെ നിങ്ങൾ ഈ 2 രൂപ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നികുതി നഷ്ടം ഉണ്ടാവും. കാരണം ഡീസലിൻ്റെ കൺസംഷൻ കുറയും എന്ന് പറഞ്ഞു. അന്ന് അങ്ങ് പരിഹസിച്ചൊന്നും ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു ഒരു കൺസംഷനും കുറയാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തു വെച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഡീസൽ കൺസംഷൻ്റെ കണക്ക് കാണിച്ചു തന്നു. 1.5 കോടി ലിറ്ററിൻ്റെ ഡീസലിൻ്റെ കൺസംഷൻ കുറവുണ്ടായി. 1.5 കോടി ലിറ്റർ. തെറ്റായ തീരുമാനമായിരുന്നു ആ സെസ് കൂട്ടാനുള്ള തീരുമാനം. അന്നത്തെ കാലത്ത് തെറ്റായ തീരുമാനം. കാരണം ഈ ട്രക്കുകളെല്ലാം പുറത്തുനിന്ന് അടിച്ചു. അതുമാത്രമല്ല, ഇപ്പോഴും കേരളത്തിലേക്ക് അനധികൃതമായ ഡീസൽ, ഈ പെട്രോൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു ടാക്സും കൊടുക്കാതെ, നമുക്ക് ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ഒരു ടാക്സും കൊടുക്കാതെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുക. അത് തടയാനുള്ള അതിശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അങ്ങയുടെ കാലത്താണ് ഈ അപകടം മുഴുവൻ ഉണ്ടായത്. ഈ അപകടം മുഴുവൻ 1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറയുകയും വ്യാപകമായ നികുതി നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്തത് ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി, ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള കുറവുകൾ മനസ്സിലാക്കി ഞങ്ങൾ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. വിലവർദ്ധനവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ ഫസ്റ്റ് പ്രയോറിറ്റി. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അതാണ്. വിലവർദ്ധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വിലവർദ്ധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അങ്ങ് ഫിനാൻസ് കമ്മീഷന്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായി മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്നും പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ, അത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പേപ്പറാണ്. അതിനുള്ള മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചെയർ കരുതുന്നതിനാൽ ഉപക്ഷേപം അവതരിപ്പിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നു. വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി
സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഘട്ടത്തിൽ മാത്രമായി എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. സർ, ഇവിടെ നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നില കൃത്യമായി തന്നെ പാലിച്ചു കൊണ്ടു പോകുന്നുണ്ടോ? അതും നാം ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. സർ, എന്തിനാണ് അത് നിർത്തിവെച്ചത്? അമേരിക്കക്ക് ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്ക് 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചിരുന്നു. അതുപോലും അമേരിക്കയുടെ താൽപ്പര്യത്തിനു വേണ്ടി ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെൻറ് സ്വീകരിച്ചത്. സർ, നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ആകെ വിലവർധനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും രാസവളം മുതൽ കൃഷി, യാത്ര, ചരക്ക് ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലും രൂക്ഷമായ വിലവർധനവുണ്ടായിരിക്കുന്നു. വൻതോതിലുള്ള പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ സമ്മതിക്കുന്നുണ്ട്. സർ, ഇവിടെ ഓർക്കേണ്ട കാര്യം, 2004 പെട്രോളിൻ്റെ വില 33 രൂപ 71 പൈസയായിരുന്നു. 2017 ആയപ്പോൾ 72 രൂപ 26 പൈസയായി. ഇപ്പോഴോ 115 രൂപ 49 പൈസ. ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാകണ്ടേ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവണ്ടേ? ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണ്ടേ? സർ, നമ്മുടെ പല സംസ്ഥാനങ്ങളിലും LPGക്കുള്ള മൊത്തം വിലയിൽ 57% നികുതി ഇനത്തിലുള്ളതാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെസ് ഉണ്ട്. അതുപയോഗിച്ച്
കേന്ദ്രത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നടപ്പാക്കാനാവില്ലേ? അതിനും തയ്യാറാകാത്ത അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധനയുണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. ഇവിടെ 30.8% നികുതിയും ലിറ്ററിന് 1 രൂപ എന്ന രീതിയിൽ എഡീഷണൽ സെയിൽസ് ടാക്സും 1% സെസ്സും ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പെട്രോളിന് ചുമത്തിയിരിക്കുകയാണ്. ഡീസലിനാണെങ്കിൽ ഇത് 22.76%. അപ്പോൾ ഇതിൽ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായിട്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച സംഭവിച്ച കാര്യം അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി. പെട്രോളിന് 7 രൂപ 35 പൈസയുടെയും ഡീസലിന് 7 രൂപ 53 പൈസയുടെയും വർധനവാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഒത്താശ ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ധന വില വർധനവ് രാജ്യത്താകെ അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിനാണ് വഴിവെക്കുക. ഇവിടെ കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിക്കുമ്പോൾ എടുത്തിരുന്നത്. അത് സംസ്ഥാനം നികുതി കുറച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കും എന്നുവരെ അന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നിലയിലുള്ള ഒരു വില വർധനവല്ല, അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. സർ, ഇന്ധന പ്രതിസന്ധി മൂലം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായം തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. വ്യാവസായിക സിലിണ്ടറിൻ്റെ വില കുത്തനെയാണ് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 19 കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3140 രൂപയാണ്. നേരത്തെ ഇത് 1615 രൂപയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള 70,000-ഓളം വരുന്ന ഹോട്ടലുകൾ, അവയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മെനു പരിഷ്കരിച്ച് താൽക്കാലികമായി പ്രവർത്തിച്ചു പോരുകയാണ്. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവ മാത്രമല്ല ബേക്കറികൾ, തട്ടുകടകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം ഇന്ധനച്ചെലവ് വല്ലാതെ ഉയരുകയാണ്. ഇത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കാനിടയാക്കും. സർ, ഇതും നാട്ടിലെ സാധാരണക്കാരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഓർഡിനറി സ്വകാര്യ ബസ്സുകൾ, നമ്മുടെ KSRTC, ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാകാനാണ് പോകുന്നത്. പ്രതിദിനം 400 മുതൽ 450 കിലോ ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന KSRTCയുടെ സാമ്പത്തിക ഭദ്രതയെ ഈ വില വർധനവ് തകിടം മറിക്കാനാണ് പോകുന്നത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ജൂൺ 1 മുതൽ ടിക്കറ്റ് നിരക്കിൽ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിദിനം 70 മുതൽ 110 ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന സാധാരണ സ്വകാര്യ സ്റ്റേജ് കാരിയറുകൾ, അവയും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇന്ധനവില മാത്രമല്ല, ഓയിൽ, ടയർ, ഇവയുടെയെല്ലാം വില വിപണിയിൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഗ്രീസിന് മാത്രം കിലോഗ്രാമിന് 60 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി മേഖലയും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർ, ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇവിടെ
2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്.